നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്നിതുവരെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഏറ്റവും പുതിയ വാർത്ത വരുന്നത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് എന്നതാണ്. ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ലോക്സഭാ എംപിമാർക്ക് സസ്പെൻഷൻ എന്ന വാർത്തയാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ളവരടക്കം 5 എംപിമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡീൻ കുര്യാക്കോസ്, ടി എൻ പ്രതാപൻ, ജ്യോതിമണി, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സഭയ്ക്കുള്ളിൽ സമരം തുടരുമെന്ന് പ്രതിപക്ഷ എംപിമാർ പറഞ്ഞു. വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇപ്പോൾ ഈ 5 എംപിമാരെ, 4 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്, 5 എംപിമാർക്ക് സസ്പെൻഷൻ വന്നിരിക്കുന്നു. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു എന്നതാണ് കാരണം. എംപിമാരുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ആവശ്യം എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ നടന്ന വിഷയങ്ങളിൽ ഒരു വിശദീകരണം സഭയിൽ നടത്തണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണം എന്നുള്ള 2 ആവശ്യങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് പൂർണ്ണമായും സ്പീക്കർ അവഗണിച്ചതോടുകൂടിയാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. തുടർന്ന് പുതിയ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായാണ് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. ഇതിൽ സ്പീക്കർ പ്രതിപക്ഷത്തിനു നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, വിമർശനം ഉന്നയിച്ചു. പ്രതിപക്ഷം ഈ കാണിക്കുന്നത് കാരണമില്ലാതെയാണ് ഒരു പ്രതിഷേധം നടത്തുന്നത്. ഇന്നലെ തന്നെ നേതാക്കളെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചതാണ്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു മുന്നോട്ട് വെച്ചത്. എന്നാൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കർശന നടപടി പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ സ്വീകരിക്കണമെന്നുള്ള നിലപാട് സ്പീക്കറെ അറിയിക്കുകയുണ്ടായി. തുടർന്ന് ഉച്ചയ്ക്ക് സഭ 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോഴാണ് ഈ 5 എംപിമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ലോക്സഭ അറിയിക്കുന്നത്. അതിൽ ടി എൻ പ്രതാപൻ എം പി, ഹൈബി ഈഡൻ, രമ്യ ഹരിദാസ്, അതുപോലെ തന്നെ ജ്യോതിമണി, ഡീൻ കുര്യാക്കോസ് എന്നീ എംപിമാരാണ് അതിൽ ഉൾപ്പെടുന്നത്. രാജ്യസഭയിൽ ഡെറിക് ഒബ്രിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. തൃണമൂൽ എംപിയായ ഡെറിക് ഒബ്രിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തോട് ജഗദീപ് ധൻകർ ദേഷ്യത്തോടുകൂടി അദ്ദേഹത്തെ വഴക്കു പറയുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത്. അതായത് അടിയന്തരമായി സഭ വിട്ട് പുറത്തു പോകണമെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശമാണ് ആ എംപിക്ക് നേരെ ഉന്നയിച്ചത്. എന്തായാലും നിലവിൽ ഈ സഭയ്ക്കകത്ത് തുടർന്ന് പ്രതിഷേധിക്കുവാനുള്ള നീക്കമാണ് എംപിമാർ നടത്തുന്നത്. ഇതിലൊരു വിട്ടുവീഴ്ചയും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന നിലപാടിലാണ്. കാരണം സുരക്ഷ പാലിച്ചില്ല എന്നുള്ളതിന്റെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹുവ മൊയ്ത്ര എംപിയെ അയോഗ്യത കൽപ്പിച്ചത്, ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. എന്നാൽ ഇവിടെ ഒരു എംപി, ബിജെപി എംപിയുടെ പാസ് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിക്രമിച്ച് 2 പേർ സഭയ്ക്കുള്ളിൽ കടന്നു. എന്നാൽ ആ എംപിക്കെതിരെ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. എംപി ഇപ്പോഴും സഭാ നടപടികൾ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നൊരു കാര്യം കൂടി പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം, പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് അംഗീകരിച്ചാൽ മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കൂ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അല്ലാത്ത പക്ഷം പ്രതിഷേധവുമായി 2 സഭകളിലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് പ്രതിപക്ഷം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അച്യുതൻ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള 4 എംപിമാരും സസ്പെൻഡ് ചെയ്തവരുടെ കൂട്ടത്തിലുണ്ടല്ലോ. അപ്പൊ ഈ 4 എംപിമാരുടെ പ്രതികരണം ലഭ്യമാണോ? ഇവർ ഏത് രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കൃഷ്ണ, ഉച്ചയ്ക്ക് എംപിമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഈ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചതിന് സ്പീക്കർ താക്കീത് നൽകി എന്നായിരുന്നു. എന്നാൽ ചെറിയ സൂചനകൾ അവർ നൽകിയിരുന്നു. ഒരു പക്ഷേ സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് ചിലപ്പോൾ കടന്നേക്കാം, പക്ഷേ അത് ഉറപ്പിച്ചു പറഞ്ഞില്ല. എന്നാൽ അതിനുശേഷം മിനിറ്റുകൾ പിന്നിട്ടപ്പോഴാണ് ഈ എംപിമാരെ സസ്പെൻഡ് ചെയ്തുള്ള ലോക്സഭയുടെ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പ്രധാനമായും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അനവസരത്തിൽ ഒരു പ്രതിഷേധം സൃഷ്ടിച്ചു. അത് സഭാ നടപടികളെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്കാണ് പ്രതിപക്ഷം നീങ്ങിയത് എന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇപ്പോൾ ഈ എംപിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ എംപിമാരുടെ പ്രതികരണം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എംപിമാർ തന്നെയാണ് നമ്മളോട് ഇക്കാര്യം, അതായത് സഭയിൽ തുടർന്നുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം എംപിമാർ തന്നെയാണ് നമ്മളോട് കൈമാറിയിരിക്കുന്നത്. അതായത് പ്രതിഷേധത്തിൽ നിന്ന്
ഒരു തരി വിട്ടുമാറില്ല എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തിൽ, കാരണം മുൻകാലങ്ങളിൽ അവതരിപ്പിച്ച പല വിഷയങ്ങളിൽ അത് പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന പല വിഷയങ്ങളിൽ ഭരണപക്ഷം ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് ഉണ്ടായത്. എന്നാൽ ഇതൊരു ഗുരുതര വിഷയമാണ്. പാർലമെന്റിന്റെ പ്രധാനമായി തന്ത്രപ്രധാന മേഖലയിൽ ഉൾപ്പെടുന്നതാണ് പാർലമെന്റും. ആ പാർലമെന്റിനകത്തേക്ക് അതിക്രമിച്ച് കയറുന്നു, സുരക്ഷാ വീഴ്ചയുണ്ടാകുന്നു. അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്നലെ ആ ഒരു സ്മോക്ക് ക്രാക്കർ കൊണ്ട് കയറിയവർക്ക് സ്ഫോടക വസ്തു വരെ കൊണ്ട് കയറാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് നിലവിൽ പാർലമെന്റിന്റെ സ്ഥിതി എന്നുള്ളതാണ് എംപിമാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കർശനമായിട്ട് ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ചർച്ചകൾ അത് നടത്തുവാനുള്ള ഒരിടം സഭയ്ക്കുള്ളിൽ ഒരുക്കണം. ഒപ്പം കേന്ദ്രം ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ഈ വിഷയത്തിൽ ഗൗരവകരമായി എടുത്തുകൊണ്ട് ഒരു വിശദീകരണം നൽകണം എന്നീ രണ്ട് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. രാവിലെ പ്രധാനമന്ത്രി പാർലമെന്റിലെത്തി ഉന്നത മന്ത്രിമാരുമായിട്ട് മുതിർന്ന മന്ത്രിസഭാ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ സഭയിൽ പങ്കെടുത്തില്ലെങ്കിൽ കൂടിയും പാർലമെന്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും സഭയ്ക്കുള്ളിൽ എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും ഇരുവരുടെയും ഒരു മറുപടി ഈ വിഷയത്തിൽ വേണമെന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ഏക ആവശ്യം. ശരി, രാവിലെ രാജ്യസഭാ അധ്യക്ഷൻ രോഷാകുലനായിരുന്നു. ഡെറിക് ഒബ്രയാനെ രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ സമ്മേളന കാലയളവ് മുഴുവൻ ഡെറിക് ഒബ്രയാൻ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട അത്തരത്തിലൊരു വിലക്കാണ് നൽകിയത്. അതിന് പുറമെയാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്ന് വരുന്ന വാർത്ത. 4 കേരള എംപിമാരടക്കം 5 പേർക്കാണ് സസ്പെൻഷൻ. ഈ നടപടികൾക്കെല്ലാം എതിരെ പ്രതിഷേധിക്കുമെന്നാണ് പ്രതിപക്ഷ എംപിമാർ പറയുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത, പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികളെ അല്പസമയത്തിനകം ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും എന്നതാണ്. മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്, സ്പോർട്സ് വാർത്തയാണ്. IPL 2024 ശ്രേയസ് അയ്യർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നായകനാകും. ഗൗതം ഗംഭീർ ആയിരിക്കും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ടീം മെന്ററായി വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, പാർലമെന്റ് പുകസ്പ്രേ പ്രതിഷേധത്തിന്റെ മുഖ്യ സൂത്രധാരൻ ലളിത് ഷാ എന്ന സൂചന. ബംഗാളിലെ നിരവധി NGO-കളുമായി ലളിത് ഷായ്ക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായവർക്കെതിരെ UAPA ചുമത്തി. ഇവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് പിടിയിലായ 6 പേരും. ഇവരുടെ വിദ്യാഭ്യാസ പശ്ചാത്തലത്തെയും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിനെയും കുറിച്ച് അന്വേഷണം തുടങ്ങി. ഈ മാസം 10 ഡൽഹിയിലെത്തിയ 6 പേരും ഇന്ത്യ ഗേറ്റ് പരിസരത്ത് കൂടിക്കാഴ്ച നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്തായാലും ഈ പ്രതികളെ ഇപ്പോൾ ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ മുഖ്യ സൂത്രധാരൻ ലളിത് ഷാ ആണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണോ അന്വേഷണ സംഘം? മറ്റൊന്ന്, ഇവരൊക്കെ വിദ്യാഭ്യാസപരമായും ഈ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിലൂടെയും ഒക്കെ അത്യാവശ്യം ആൾക്കാർക്ക് അറിയുന്ന വ്യക്തികളാണല്ലോ. എന്തുകൊണ്ട് ഇവർ ഡൽഹിയിലെത്തി? എന്തിനായിരുന്നു ഇന്ത്യ ഗേറ്റിലെ കൂടിക്കാഴ്ച? ഇത്തരം ചോദ്യങ്ങൾക്കൊരു ഉത്തരമായിട്ടുണ്ടോ? ക്രിസ്റ്റീന, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും അത്യന്തം ഗുരുതരമായ ചില വിവരങ്ങൾ തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. കാരണം കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ പ്രതികൾ ഇത്തരമൊരു അതിക്രമം നടത്തിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതാണ്ട് 1.5 വർഷം മുൻപ് തന്നെ മൈസൂരിൽ വെച്ച് ഇവർ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഇത്തരമൊരു സമൂഹ മാധ്യമങ്ങൾ വഴി ഇവരെല്ലാം തന്നെ ആസൂത്രണം ചെയ്തതും അതോടൊപ്പം തന്നെ ഇത്തരമൊരു കുറ്റകൃത്യത്തിന് അവർ ഈ സംഘത്തെ എല്ലാം തന്നെ പരിചയപ്പെടുകയും ചെയ്തത്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഈ സംഘം കഴിഞ്ഞ 10-ന് ഡൽഹിയിലെത്തി. ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തിയ സംഘം മഹാരാഷ്ട്രയിൽ നിന്നുള്ള അമോൾ ഷിൻഡെ കൊണ്ടുവന്ന പുകശിലകൾ കൈമാറി. അതിനുശേഷമാണ് പാർലമെന്റിനകത്ത് ഇത്തരമൊരു അതിക്രമം നടത്തിയത്. ഇതിന് മുന്നോടി തന്നെ മനോരഞ്ജൻ എന്ന ഈ പാർലമെന്റ് അതിക്രമം നടത്തിയ വ്യക്തി സഭയെ നേരത്തെ സന്ദർശിച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഷൂസിൽ പുകശില ഒളിപ്പിച്ച് കടത്തിയത്. എന്തായാലും അത്തരമൊരു സുരക്ഷാ നടപടിയിൽ നേരിയ ഒരു കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മനോരഞ്ജൻ ഷൂസിനകത്ത് പുകശൽ ഒളിപ്പിച്ച് കടത്തിയത്. എന്തായാലും ഇവരെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്തു. ഇപ്പോൾ അല്പസമയത്തിന് തന്നെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വീട്ടിൽ വെച്ച് പ്രതികൾ താമസിച്ചിരുന്നു. പ്രധാനമായും തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രതിഷേധിച്ചത്. പക്ഷേ ഇതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. നിലവിലിപ്പോൾ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് അന്വേഷിച്ചു വരുന്നത്. ഇതിന് ഒരു കാര്യം കൂടി, പാർലമെന്റിന്റെ ഉള്ളിൽ കടന്നവർക്ക് പാസ് എങ്ങനെ ലഭിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ആയിട്ടുണ്ടോ?
ക്രിസ്റ്റീന, കർണാടകയിൽ നിന്നുള്ള BJP MP-യുടെ പാസ് ഉപയോഗിച്ചു തന്നെയാണ് ഈ പ്രതികൾ അകത്തേക്ക് കയറിയത് തന്നെയാണ് ഇപ്പോൾ പോലീസിനും നമുക്ക് ലഭ്യമായ വിവരം. നേരത്തെ മനോരഞ്ജൻ ഇതേ MP-യുടെ പാസ് ഉപയോഗിച്ചുകൊണ്ട് സഭയിൽ എത്തിയിരുന്നു. സഭയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരമൊരു അതിക്രമം നടത്താൻ ഈ സംഘം പാർലമെന്റിനകത്തെത്തിയത്. അതിന് മുന്നോടിയായി തന്നെ ഇവരെല്ലാം കൃത്യമായ ആസൂത്രണം ചെയ്തിരുന്നു. എന്തായാലും സഭയ്ക്കകത്തെ ഈ പ്രതിഷേധത്തിന് പിന്നാലെ ഇരുവരെയും എല്ലാം തന്നെ പോലീസ് പിടികൂടി. സഭയ്ക്ക് പുറത്ത് വെച്ചാണ് മറ്റു രണ്ടുപേരെ പോലീസ് പിടികൂടിയത്. എന്തായാലും UAPA പ്രകാരം ഉള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. 120B 452 തുടങ്ങിയ വിവിധ വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രതികളുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, സമൂഹ മാധ്യമ ഇടപെടലെല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ ഇപ്പോഴുമുണ്ട്. അതോടൊപ്പം കേസിൽ മറ്റൊരു സൂത്രധാരൻ കൂടിയുണ്ട് നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ പ്രതികളെ അല്പസമയത്തിൽ തന്നെ പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. വളരെ ഗൗരവത്തിൽ തന്നെ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇന്ന് വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പാർലമെന്റിൽ ഒരുക്കിയിരുന്നു. മാത്രമല്ല അല്പസമയത്തിൽ തന്നെ CRPF DG അടക്കമുള്ള സംഘം പാർലമെന്റിൽ എത്തിക്കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തും. എന്തായാലും കർശനമായിട്ടുള്ള ഒരു പരിശോധനയും അതോടൊപ്പം തന്നെ സുരക്ഷാ നടപടികളും തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, പാർലമെന്റ് ആക്രമണ കേസിൽ ലളിത് ഛായ്ക്ക് പുറമെ മറ്റൊരു സൂത്രധാരൻ കൂടി ഉണ്ടോ എന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ഇന്ത്യ ഗേറ്റിൽ എന്തിനാണ് ഇവർ കൂടിക്കാഴ്ച നടത്തിയത്? ഇത് അത്രയ്ക്കും ആസൂത്രിതമായ ഒരു നടപടിയായിരുന്നോ എന്നതടക്കമുള്ള ബഹുതല അന്വേഷണത്തിനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തയ്യാറാകുന്നത്. അല്പസമയത്തിനകം ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കും. വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ വരുന്ന ചില പുതിയ വാർത്തകളിലേക്ക് കൂടെ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. പ്രതികളെ പട്യാല ഹൗസ് കോടതിയിൽ എത്തിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. കൂട്ട സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് കടക്കുകയാണ് കോടതി. ഇപ്പോൾ 14 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. കേരളത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം 4-ൽ നിന്ന് 6-ആയി മാറി. VK ശ്രീകണ്ഠൻ MPയും ബെന്നി ബെഹനാൻ MPയും സസ്പെൻഷൻ ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരായ കൂട്ട നടപടിയാണ്. 9 പേർക്ക് കൂടി സസ്പെൻഷൻ എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ശീതകാല സമ്മേളന കാലാവധിയിൽ ഈ MP-മാർക്ക് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന അറിയിപ്പ്. മറ്റൊരു വാർത്തയിലേക്ക്. ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തിനെതിരായി പടയൊരുക്കം. രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് അക്കാദമി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നു. 9 അംഗങ്ങൾ പ്രത്യേക യോഗം ചേർന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരികൃഷ്ണൻ, പല അംഗങ്ങളും രഞ്ജിത്തിനോട് വിയോജിപ്പുള്ളവരുണ്ടായിരുന്നു. ഡോക്ടർ ബിജുവിന്റെ രാജി നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സർക്കാരിന് രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടൊരു കത്ത് നൽകുന്നു. സമാന്തര യോഗം നടക്കുന്നു. ഇതൊരു വലിയ കൂട്ടമായി മാറുകയാണോ? ഈ ആവശ്യം ഏത് രീതിയിലായിരിക്കും സർക്കാർ പരിഗണിക്കുക? കൃഷ്ണ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ ചലച്ചിത്ര അക്കാദമിയിലെ ചില അംഗങ്ങൾക്ക് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്ത് ഇരിക്കുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടക്കുകയും ചെയ്തിരുന്നു. ഈ മേള, ചലച്ചിത്ര മേള പുരോഗമിക്കുകയാണ്. ഇനി ഒരു ദിവസം കൂടി മാത്രമാണ് മേള അവസാനിക്കാൻ ബാക്കി നിൽക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് ചലച്ചിത്ര അക്കാദമിയിലെ ചില അംഗങ്ങൾ ഈ രീതിയിൽ ഒരു വിമത നീക്കം അല്ലെങ്കിൽ ഒരു സമാന്തര യോഗം ചേർന്നു എന്നുള്ളത്. ഈ ചലച്ചിത്ര അക്കാദമിയിലെ 15 അംഗങ്ങളിൽ 9 പേരാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ളതാണ്. രഞ്ജിത്തിനെ ഈ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി ആണ് ഈ യോഗം ചേർന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആവശ്യവുമായി ഈ അംഗങ്ങൾ സർക്കാരിന് കത്തും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഡോക്ടർ ബിജുവിനെതിരെയുള്ള ഈ രഞ്ജിത്തിന്റെ പരാമർശങ്ങൾ, ഒരു മാധ്യമത്തിൽ നൽകിയ പരാമർശങ്ങളെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അദൃശ്യജാലകങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇത്തരത്തിലൊരു ഇതിലേക്ക് നീങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ രഞ്ജിത്ത് യോഗ്യനല്ല എന്ന തരത്തിൽ അടക്കമുള്ള പരാമർശങ്ങളാണ് ഡോക്ടർ ബിജു പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സർക്കാരും ഈ CPM അംഗങ്ങൾ തന്നെ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മന്ത്രി സജി ചെറിയാൻ തന്നെ ഈ രീതിയിൽ ഈ പരാതി, ഡോക്ടർ ബിജുവിന്റെ പരാതി പരിശോധിക്കുമെന്നും പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്താണ് ഈ ചലച്ചിത്ര അക്കാദമിയിലെ ചില അംഗങ്ങൾ ഈ രഞ്ജിത്തിനെതിരെ സമാന്തര യോഗം ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ശരി, ചലച്ചിത്ര അക്കാദമിയിൽ രഞ്ജിത്തിനെതിരെ പടയൊരുക്കം, രഞ്ജിത്തിനെ മാറ്റണം എന്ന് സർക്കാരിന് കത്ത് നൽകിയിരിക്കുകയാണ്. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ടു. അർജുൻ കുറ്റക്കാരനല്ലെന്ന് കട്ടപ്പന അതിവേഗ കോടതി വിധിച്ചു. അർജുനെതിരെ പോലീസ് ചുമത്തിയ ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ ഒരു കുറ്റവും പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ലെന്നും കോടതി വ്യക്തമാക്കി. വിധി കേട്ട് 6 വയസ്സുകാരിയുടെ മാതാവ് പൊട്ടിക്കരഞ്ഞു. നാടകീയ രംഗങ്ങൾക്കായിരുന്നു കോടതി പരിസരം സാക്ഷ്യം വഹിച്ചത്. കോടതിക്ക് പുറത്തേക്കിറക്കിയ പ്രതിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടായി. പ്രതിയെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചു.
നീതി നിഷേധിക്കപ്പെട്ടെന്ന എല്ലാ സംവിധാനങ്ങളും പ്രതി വിലക്കെടുത്തെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു. എന്റെ കുഞ്ഞിനെ ഇവര് കൊന്നത് സത്യമാ. പക്ഷെ ഇവര് അവനെ വെറുതെ വിട്ടു. അവനെ ഞങ്ങൾ വെറുതെ വിടത്തേയല്ല. എന്റെ ഭർത്താവ് അവനെ കൊല്ലും, ജയിലിൽ ഭർത്താവ് പോകും. ഇവര് കാശ് വാങ്ങിച്ചിട്ടില്ല, അവനെ വെറുതെ വിട്ടു. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ഇവൻ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പൊ വെറുതെ വിട്ടു അവനെ. എന്റെ കുഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞ് കിട്ടിയ എന്റെ മോളാ. അവനിപ്പോ വെറുതെ വിട്ടു. അവൻ ജീവിക്കാൻ പോകുവാ. അവനിപ്പോ സന്തോഷമായിട്ട് ജീവിക്കാൻ പോകും. ഞങ്ങളെ മാത്രം കുഞ്ഞിനെ വിട്ടേച്ചിരിക്കുവാ. വണ്ടിപ്പെരിയാർ കേസിലെ പ്രതിയെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പറഞ്ഞു. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല, ആവശ്യത്തിന് ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു, തെളിവ് നശിപ്പിക്കാൻ പ്രതിക്ക് അവസരം കിട്ടിയെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പീൽ ഫയൽ ചെയ്യുന്നത് ജഡ്ജ്മെൻറ്റ് പരിശോധിച്ചതിന് ശേഷം ഇനിയിപ്പം എനിക്കാകുമ്പോഴത്തേക്ക് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനെ അറിയിക്കണമല്ലോ. അപ്പോൾ ഞാൻ അപ്പീൽ റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് അപ്പീൽ തയ്യാറാക്കി താമസമില്ലാതെ തന്നെ ഫയൽ ചെയ്യും. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, 2 വർഷമെടുത്ത് കോടതി വിധി പറഞ്ഞ ഒരു കേസ്, 69 രേഖകൾ, 14 വസ്തുക്കളൊക്കെ ഹാജരാക്കിയിട്ടും ശാസ്ത്രീയമായി ഇയാളാണ് പ്രതി എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല. അപ്പോൾ ഈ തെളിവുകളൊന്നും ഈ കേസ് ഇയാളാണ് പ്രതിയെന്ന് തെളിയിക്കാൻ പര്യാപ്തമായില്ല എന്നാണോ കോടതി പറഞ്ഞത്? അതേപോലെ തന്നെ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുമെന്ന് പറയുന്നുണ്ട്. മറുഭാഗത്ത് നഷ്ടപരിഹാരം അടക്കം ചോദിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകനും പറയുന്നുണ്ടല്ലോ. 2 വർഷം അയാളെ കഷ്ടപ്പെടുത്തി, അയാളെ വലിയ രീതിയിൽ മർദ്ദിച്ചു എന്നൊക്കെയാണല്ലോ പ്രതിഭാഗം അഭിഭാഷകന്റെ ഒരു വിവക്ഷ. കൃഷ്ണ, ഈ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും സമർപ്പിച്ച തെളിവുകളൊന്നും ഈ അർജുൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതും പര്യാപ്തമല്ലായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെയാണ് പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. ഇതിൽ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇന്ന് ഈ കോടതി പരിസരത്തുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും നാട്ടുകാരും വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഈ വിധിക്കെതിരെ ഇവിടെ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2021 ജൂൺ 30-നാണ് ഈ 6 വയസ്സുകാരി അതിക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. ബലാത്സംഗത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം ഷാളിൽ കെട്ടിത്തൂക്കുകയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ. അത് ചെയ്തത് ഈ പെൺകുട്ടിയുടെ അയൽവാസിയായിട്ടുള്ള അർജുനാണെന്നും പോലീസ് കണ്ടെത്തി. മാത്രമല്ല, ഇയാൾക്കെതിരെ ബലാത്സംഗം, കൊലപാതകം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ തെളിവുകൾ സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കോടതി വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഈ ജഡ്ജ്മെന്റിന്റെ കോപ്പി ലഭിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് വിശദമായിട്ട് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഒരു തരത്തിലും ഇത്തരമൊരു വിധി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ഇന്ന് രാവിലെ നമ്മൾ ഈ 6 വയസ്സുകാരിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചിരുന്നു. അവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും, മാത്രമല്ല വധശിക്ഷ തന്നെ കോടതി വിധിക്കണമെന്നുള്ളൊരു ആഗ്രഹവും അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ യാതൊരു തരത്തിലും പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും വാദം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ ഈ വിധി എന്ന് പറയുന്നത്. എന്തായാലും ഈ 2 വർഷത്തിന് ശേഷം 2 വർഷക്കാലം ഈ വിചാരണ തടവുകാരനായിട്ട് പ്രതി ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുൾപ്പെടെ കാണിച്ചുകൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാൻ പ്രതിഭാഗവും, അതായത് അർജുൻ്റെ വക്കീലും മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, ഈ കേസിലെ വിധി വന്നതോടെ രാഷ്ട്രീയ മേഖലയിൽ നിന്നടക്കം നിരവധി പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ലോക്സഭാ എംപിമാർക്കെതിരെ കൂട്ട നടപടി. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാർ ഉൾപ്പെടെ 14 പേരെ സസ്പെൻഡ് ചെയ്തു. ഡീൻ കുര്യാക്കോസ്, TN പ്രതാപൻ, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ എന്നിവരെയാണ് കേരളത്തിൽ നിന്ന് ഉള്ള എംപിമാരെ
ഭാഗത്തു നിന്ന് സസ്പെൻഡ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ജ്യോതിമണിയെയും കനിമൊഴിയെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, 14 MP-മാർക്ക് സസ്പെൻഷൻ, ഒരു കൂട്ട നടപടിയെന്നൊക്കെ പറയാം. ഈ സമ്മേളനകാലം മുഴുവൻ ഇവർക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാനാകുന്നില്ല. കേരളത്തിലെ MP-മാരുടെ എണ്ണം 4-ൽ നിന്ന് 6 ആകുന്നു. കനിമൊഴി അടക്കമുള്ള MP-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ. കൃഷ്ണ, സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിനാണ് ഇപ്പം ഇത്തരമൊരു കൂട്ട നടപടി MP-മാർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ 5 MP-മാരെയാണ് സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ആ സംഖ്യ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ആകെ 14 MP-മാരെയാണ് ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ ഇപ്പോൾ ലോക്സഭ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കേരളത്തിൽ നിന്ന് ഡീൻ കുര്യാക്കോസ് MP, TN പ്രതാപൻ, രമ്യ ഹരിദാസ്, ഹൈബി ഈഡൻ, VK ശ്രീകണ്ഠൻ MP, ബെന്നി ബെഹ്നാനിൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ ജ്യോതിമണി, കനിമൊഴി, മുഹമ്മദ് ജാവേദ്, PR നടരാജൻ, K സുബ്രഹ്മണ്യം, SR പാർത്ഥിബൻ, S വെങ്കടേശൻ, മണിക്കം ടാഗോർ അങ്ങനെയുള്ള MP-മാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതും പ്രതിപക്ഷം അറിയിക്കുന്നുണ്ട്. ഈ സഭാ നടപടികൾക്കെതിരെ അതായത് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഒരു സ്വാഭാവിക വിശദീകരണം മാത്രമാണ്. എന്നാൽ ആ വിശദീകരണം നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നീതി അത് നിഷേധിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. പകരം വീഴ്ച വരുത്തിയ MP ഇപ്പോഴും സഭയിൽ തുടരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ കേന്ദ്രം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. പകരം ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രതിപക്ഷത്തിനെതിരെ ഇത്തരത്തിലുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന സമീപനമാണ് ഭരണപക്ഷത്തു നിന്നുണ്ടാവുന്നത് എന്നുള്ള ആരോപണങ്ങളാണ് MP-മാർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ സഭയ്ക്കുള്ളിൽ MP-മാരുടെ പ്രതിഷേധം തുടരുകയാണ്. ലോക്സഭാ നടപടികൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. രാജ്യസഭാ നടപടികൾ 4 മണിയിലത്തേക്കാണ് പിരിഞ്ഞത്. എന്തായാലും രാജ്യസഭയിലും സമാനമായ രീതിയിൽ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ജഗദീപ് ധൻഖർ നേരത്തെ ഡെറിക് ഒബ്രയനെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് നടപടികൾ മുന്നോട്ട് പോയത്. തുടർന്ന് മറ്റ് MP-മാരും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ്. ഇതിലിനി കൂടിയാലോചനകൾ നടത്തി ഈ സമര രീതികളിൽ, പ്രതിഷേധ രീതികളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യവും സംശയമില്ല. ഇന്ന് 4:30 MP-മാർ, കേരളത്തിൽ നിന്നുള്ള MP-മാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ വിശദമായിട്ടുള്ള, അതായത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്നത്, ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം ഇന്ന് 4:30 കേരള ഹൌസിൽ MP-മാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ അവസരത്തിൽ വ്യക്തമാക്കുമെന്നുള്ളതും MP-മാർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇക്കുറി പ്രതിപക്ഷം തയ്യാറല്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഈ നടപടിക്കെതിരെ, ഭരണപക്ഷത്തിന്റെ ഇത്തരം സമീപനങ്ങൾക്കെതിരെ കർശനമായി തന്നെ പോരാടും, ശക്തമായി തന്നെ പോരാടും എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള, അതായത് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം, പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നുള്ള ആവശ്യങ്ങളാണ്. പക്ഷേ ഇത് അംഗീകരിക്കുന്നില്ല. അടിയന്തര പ്രമേയ നോട്ടീസ്, സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം, സഭാ നടപടികൾ തടസ്സപ്പെടുത്തി എന്ന് ആരോപിച്ച് കൂട്ട അച്ചടക്ക നടപടിയാണ്. 15 MP-മാർക്കെതിരെയാണ് ഇരു സഭകളിലുമായി ഇന്ന് നടപടിയെടുത്തിരിക്കുന്നത്. രാജ്യസഭയിൽ ഡെറിക് ഒബ്രയാൻ MP-യെ ഈ സമ്മേളന കാലത്തേക്ക് വിലക്കിയെങ്കിൽ ലോക്സഭയിൽ 14 MP-മാരെയാണ് വിലക്കിയിരിക്കുന്നത്. ഇതിൽ 6 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പാർലമെന്റ് അക്രമം ചുമത്തിയിരിക്കുന്നത് UAPAയുടെ 17-18 വകുപ്പുകളാണ്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇനി തൃശ്ശൂരിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ്. തൃശ്ശൂരിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത 2ാം ക്ലാസ്സുകാരന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട കുടുംബം ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടിയെടുക്കണം. നഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ചലനശേഷി നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം ആരോപിച്ചു. ഛർദിക്കുള്ള മരുന്ന് അടിക്കുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ ഭാഗത്ത് ഒന്ന് പൊള്ളച്ച്, ഇഞ്ചക്ഷൻ കറക്റ്റല്ല ചെയ്തത്. ഫസ്റ്റ് തന്നെ അവിടെ പൊള്ളച്ച് വന്നപ്പോൾ വൈഫ് പറഞ്ഞു അങ്ങനെ പൊള്ളക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരത് ഊരി ഇപ്പുറത്തെ കയ്യിലത് കറക്റ്റായി ചെയ്തു അവർ. പിന്നത്തെ അടുത്ത് അവർ ചെയ്യുന്നത് ബട്ടക്സിനാണ്, തലവേദനയ്ക്ക് വേദനയുടെ മരുന്ന്. അപ്പോൾ മോനൊന്ന് പറഞ്ഞിങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പതുക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ മെയിൽ നേഴ്സിന് ദേഷ്യം വരും. അവിടെ സിറിഞ്ച് ഇട്ടിട്ട് പോയിക്ക് പറ്റില്ല എന്നിട്ട് പോവുക ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവനക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു.
വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുകയാണ്. സൂരജ്, തലവേദനയായി എത്തുന്ന 7 വയസ്സുകാരൻ സാധാരണ ഒരു ടെസ്റ്റ് ഡോസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് ഡോസ് ആണ് ആദ്യം കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം തന്നെ അവിടെ ഒരു ചെറിയ വാക്കുതർക്കം പോലെ ഉണ്ടാകുന്നു. നഴ്സ് ദേഷ്യപ്പെട്ടു പോകുന്നു. കുഞ്ഞിന് എന്തായാലും കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വീണ്ടെടുക്കാൻ ചികിത്സ നൽകിയാൽ സാധിക്കുമോ? എന്താണ് ഇപ്പോഴത്തെ കുടുംബത്തിന്റെ ആവശ്യം? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, എന്തായാലും ചികിത്സയിലൂടെ കുഞ്ഞിന്റെ ഈ കാലിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബമുള്ളത്. പക്ഷെ അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് തങ്ങൾക്ക് പ്രതീക്ഷ മാത്രമായി തീരുമോ എന്നുള്ളൊരു ആശങ്ക വലിയ രീതിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. കാരണം ഈ കുട്ടി ഈ സംഭവം ഉണ്ടായതിനു ശേഷം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം പല സ്വകാര്യ ആശുപത്രിയിലും കാണിച്ചു നടത്തിയ പരിശോധനയിലാണ് 6 മാസം വേണ്ട തുടർ ചികിത്സയിലൂടെ മാത്രമേ കുഞ്ഞിനൊരു മടങ്ങിവരവ് സാധ്യമാകൂ എന്ന് അറിഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഈ സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ 1-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കുട്ടിക്ക് തലവേദന അനുഭവപ്പെടുന്നു. തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആ സമയം 2 ഇഞ്ചക്ഷൻ ഡോക്ടർ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് പ്രകാരം ആദ്യം ഒരു കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു. ആ സമയത്ത് കയ്യിൽ ഈ മരുന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കയ്യിൽ വീർത്തു വരുന്ന സമയത്ത് അമ്മ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മെയിൽ നേഴ്സ് ആയിരുന്നു ആ സമയം ഉണ്ടായിരുന്നത്. അവർ അടുത്ത കൈയിലേക്ക് ഇഞ്ചക്ഷൻ മാറ്റി കുത്തിവെക്കുന്നു. അതിനുശേഷമാണ് ഈ കുട്ടി കാലിൽ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് കുട്ടി വലിയ രീതിയിൽ കരഞ്ഞു. കാരണം കയ്യിൽ വേദന എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത്. ഈ സമയം ചൂടായ മെയിൽ നേഴ്സ് ഈ സിറിഞ്ച് ഉൾപ്പെടെ അവിടെ ഇട്ടുകൊണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അമ്മ അനുനയിപ്പിച്ച് ഈ കുഞ്ഞിന്റെ ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നു. പക്ഷേ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് ഇവർ ബലം പ്രയോഗിച്ചുകൊണ്ട് ആ സമയത്ത് ആഞ്ഞു കുത്തി എന്നുള്ള പരാതിയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് ഈ കാലിന്റെ ഒരു ഞരമ്പിന്റെ ശേഷി നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിൽ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോട് ഉൾപ്പെടെ കാര്യങ്ങൾ ധരിപ്പിച്ചു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇത് ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകാറുണ്ട്, അത് മാറിക്കൊള്ളും എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇവരെ മടക്കി അയക്കുകയായിരുന്നു. പക്ഷേ ഈ വേദന മാറാത്തതിനെ തുടർന്നും ഈ ശേഷി നഷ്ടപ്പെട്ടതിനെ തുടർന്നും ഇവർ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സ തേടുകയായിരുന്നു. ആ ചികിത്സയിലാണ് കാലിലെ ഈ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടെത്തിയത്. അത് ഈ ഞരമ്പിന്റെ ശേഷി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ഈ ചലനശേഷി നഷ്ടപ്പെടുന്നതിലേക്ക് പോയത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇവർ ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രി, അതായത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും അതുപോലെ തന്നെ തൃശ്ശൂരിലെ തന്നെ എലൈറ്റ് ആശുപത്രിയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കുഞ്ഞിന്റെ തുടർ ചികിത്സയുമായി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകിയ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും DMOക്കും അടക്കം ഇപ്പോൾ കുടുംബം പരാതി നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റീന, ശരി. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. 7 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനാണ് കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കൊല്ലം തേവലക്കര നടുവിലക്കരയിൽ പ്രായമുള്ള അമ്മയെ മരുമകൾ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കസേരയിലിരിക്കുന്ന അമ്മയെ 80 വയസ്സുള്ള എലിയാമ്മ വർഗീസ് എന്ന് പറയുന്ന അമ്മയാണ് മരുമകൾ മർദ്ദിക്കുന്നത്. മരുമകളെ എന്തായാലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകരിലേക്ക് 24 എത്തിക്കുന്നതാണ്. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൃഷ്ണ ജന്മഭൂമി കേസിൽ അലഹബാദ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ സർവേ നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സർവേ നടത്താൻ ഒരു കമ്മീഷനെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നല്ലോ ഈ ഹർജി കോടതി പൂർണ്ണമായും അംഗീകരിച്ചു. എത്രത്തോളം നിർണായകമാണ് വിധി? ക്രിസ്റ്റീന, ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു വിവാദമാണ് കൃഷ്ണ ജന്മഭൂമി വിവാദം. മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ ഷാഹി ഈദ്ഗാഹ് മുമ്പ് ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രമായിരുന്നു എന്നും അവിടെ സർവേ നടത്തണം എന്നതടക്കമുള്ള ആവശ്യമാണ് ഹർജിക്കാർ ഉന്നയിച്ചിരുന്നത്. കാലങ്ങളായി ഒരു വിവാദമായി നിന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഏറ്റവും ഒടുവിലായി ഹിന്ദുസേന അടക്കമുള്ള ഹർജിക്കാരാണ് ഈ ഈദ്ഗാഹ് പരിസരം സർവേ നടത്തണമെന്നും കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അഭിഭാഷക കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് സർവേ വേണ്ടത് എന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത്. നേരത്തെ സുപ്രീം കോടതിയെ ഈ വിഷയവുമായി സമീപിച്ചിരുന്നെങ്കിലും ഹൈക്കോടതിയിൽ സമീപിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി മടക്കുകയായിരുന്നു. തുടർന്നാണ് അലഹബാദ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത്. ഈ ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു അഭിഭാഷക കമ്മീഷണർക്ക് ഈ ഈദ്ഗാഹ് സർവേ നടത്താനുള്ള അനുമതിയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഈ കമ്മീഷണർ ആരാകും എന്ന കാര്യം ഈ മാസം 18-ാം തീയതിയായിരിക്കും കോടതി വ്യക്തമാക്കുക. ക്രിസ്റ്റീന, ശരി. മധുരയിലെ ഷാഹി ഈദ്ഗാഹ് മസ്ജിദിൽ കോടതി നിർണയിക്കുന്ന ഒരു കോർട്ട് കമ്മീഷണർ അവിടെ സർവേ നടത്തും. അതിനുള്ള അനുമതി ഹർജിക്കാർക്ക് നൽകിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്.
നവകേരള സദസ്സിനായി കൊല്ലത്ത് സ്കൂൾ മതിൽ പൊളിച്ചതിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. പൊതുഖജനാവിലെ പണമല്ലേ ഇതിന് ചെലവഴിക്കുന്നതെന്ന് കോടതി. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യരുത് എന്ന് ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്. ഇപ്പോൾ സ്കൂളിന്റെ ഒരു മതിൽ പൊളിക്കുന്നു, ഇത് ഖജനാവിലെ പണമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സംഭവിച്ചു പോയെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്താണ് കോടതിയുടെ മറുപടി, മറ്റു വിശദാംശങ്ങൾ? നവകേരള സദസ്സിനായി കൊല്ലത്തെ ദേവസ്വം സ്കൂളിന്റെ മതിൽ പൊളിച്ച സംഭവത്തിൽ ഇന്നൊരു ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വന്നു. തുടർന്ന് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സ്കൂൾ മതിൽ പൊളിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച കോടതി പൊതുഖജനാവിലെ പണമല്ലേ ഇതിനായി ചെലവഴിച്ചത് എന്നും ചോദിക്കുകയും ചെയ്തു. രൂക്ഷ വിമർശനമാണ് ഇതേ തുടർന്ന് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തത്. സംഭവിച്ചു പോയി അത് എന്ന് സർക്കാർ മറുപടി നൽകി. പക്ഷേ അതിൽ കോടതി തൃപ്തരായില്ല. നവകേരള സദസ്സിന്റെ നോഡൽ ഓഫീസറായ ജില്ലാ കളക്ടറും ദേവസ്വവും മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നിപ്പോൾ കോടതി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേസ് വീണ്ടും പരിഗണിക്കും. ശരി, കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകാന്ത്. അട്ടപ്പാടിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചു. അട്ടപ്പാടി പുളിയപതി സ്വദേശി കവിതയുടെ 9 മാസമുള്ള ഗർഭസ്ഥ ശിശുവാണ് മരിച്ചത്. യുവതി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ചേരുന്നത് പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ്. നിഖിൽ, ഈ യുവതിയെ മേട്ടുപ്പാളയത്തേക്ക് വിവാഹം കഴിച്ചുവിട്ട യുവതിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു 10 ദിവസം മുൻപ് വരെ ഇവർ മേട്ടുപ്പാളയത്താകാനാണല്ലോ സാധ്യത. ചികിത്സാ ആവശ്യത്തിനായി അട്ടപ്പാടിയിൽ വന്നു. ഇത് എവിടെയാണ് ഈ ഒരു പിഴവ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. കൃഷ്ണ, പുളിയപ്പതി സ്വദേശിനിയാണ് ഈ യുവതി. കവിത. അവർ മേട്ടുപ്പാളയത്താണ് താമസം. ഭർത്താവിന്റെ വീട് അവിടെയാണ്. പ്രസവത്തിന്റെ ആവശ്യത്തിന് വേണ്ടി 10 ദിവസം മുൻപാണ് ഇവർ അട്ടപ്പാടിയിലേക്ക് എത്തിച്ചേർന്നത്. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു ഇവർ ചികിത്സ തേടിയിരുന്നത്. എന്നാൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി കുഞ്ഞിന്റെ മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിക്കുകയും കവിതയുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുകയുമായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ശിശുമരണം അട്ടപ്പാടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി അവിടുത്തെ പരിമിതികളൊക്കെ മനസ്സിലാക്കുകയും ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും ഈ പ്രസവ സമയത്ത് അല്ലെങ്കിൽ അതിന് മുൻപായി അവർക്ക് മതിയായിട്ടുള്ള പോഷകാഹാരങ്ങളും മറ്റും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും അവരുടെ പ്രസവ ചികിത്സ അത് കൃത്യമല്ലാതായി മാറുമ്പോഴുമാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ആ ഊരുകളിൽ ഉണ്ടാകുന്നത്. എന്തായാലും അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം കൂടി വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇപ്പോൾ കവിതയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ. കൃഷ്ണ. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്. ഗവർണറുടെ വാഹനം തടഞ്ഞ് കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ 7 SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ജാമ്യമാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. അതിനിടെ ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തിലെ സുരക്ഷാ വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് പോലീസ് കമ്മീഷണർ CH നാഗരാജു DGPക്ക് റിപ്പോർട്ട് നൽകി. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ SFI പ്രവർത്തകരുടെ ജാമ്യം കോടതി തള്ളി. 2, ഈ പോലീസ് കമ്മീഷണർ നൽകിയ ഒരു റിപ്പോർട്ട്, അതായത് ആ കടകളിലൊക്കെ ഒളിച്ചിരുന്ന അക്രമികൾ അവർ പെട്ടെന്ന് ചാടുകയായിരുന്നു, അതുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാനായില്ല, അതുകൊണ്ട് തന്നെ അതൊരു വീഴ്ചയായി കണക്കാക്കരുത് എന്നാണോ ഈ റിപ്പോർട്ടിൽ പറയുന്നത്? തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു DGPക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് വ്യക്തമാക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് അധിക സുരക്ഷ ഒരുക്കിയിരുന്നു. പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. എന്നാൽ പാളയം ഭാഗത്തെ കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ കാറിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ചാടി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഇക്കാര്യത്തിലെ വെർഷൻ. ഗവർണറുടെ വാഹനത്തിൽ അടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയത് ഇങ്ങനെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം രാജ്ഭവനുമായി ചർച്ച ചെയ്ത് ഭാവിയിൽ സുരക്ഷ കൂട്ടുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശവുമില്ല. അതിനിടെയാണ് IPC 124 നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7 SFI പ്രവർത്തകരുടെ ജാമ്യം തള്ളിയത്. നിലവിൽ ഇപ്പോൾ ഈ കമ്മീഷണർ റിപ്പോർട്ട് അടക്കം ലഭിച്ച സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഇന്ന് രാജ്ഭവന് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരം നൽകിയേക്കും. ശരി, വിശദാംശങ്ങൾ നൽകിയത് ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന്. വാഗേരിയിൽ യുവ കർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ ഉടൻ വെടിവെച്ചു കൊല്ലും. കടുവയ്ക്കായി തെരച്ചിൽ തുടങ്ങി. നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നടപടി. ഡോക്ടർ അരുൺ സക്കറിയ വാഗേരിയിൽ എത്തിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് പട്ടികയിലുള്ള 13 വയസ്സുള്ള ആൺകടുവയെന്നാണ് വനം വകുപ്പ് സ്ഥിരീകരിച്ചത്. മേഖലയിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന നടപടികളുമായി ജനങ്ങൾ സഹകരിക്കണമെന്ന് വനമന്ത്രി K ശശീന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വയനാട്ടിലെ ജനങ്ങൾക്ക് ഭീതി പടർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. WWL 45 എന്ന ഇനത്തിൽപ്പെട്ട വനം വകുപ്പിന്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ. ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ
വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ വീണ്ടും വന്യമൃഗാക്രമണം. ചുളുക്ക സ്വദേശി ഷഹാബിന്റെ ഉടമസ്ഥതയിലുള്ള പശുവിനെ കൊന്നു. കടുവയാണ് പശുവിനെ കൊന്നതെന്ന് സംശയം. വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന ആരംഭിച്ചു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, കുങ്കിയാനകൾ അടക്കമുള്ള എലിഫന്റ് സ്ക്വാഡ് റെഡിയാണ്. ഡോക്ടർ അരുൺ സഖറിയ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വന വകുപ്പിന്റെ മറ്റു സംഘങ്ങൾ അവിടെയുണ്ട്. ഏത് തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്? അതേപോലെ തന്നെ ഈ കടുവയുടെ ആക്രമണം മറ്റൊരു പ്രദേശത്തും ഉണ്ടായി എന്നാണല്ലോ വാർത്ത വരുന്നത്. കൃഷ്ണ ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്ക് ആദ്യം തന്നെ വരാം. ചുളുക്ക എന്ന് പറയുന്ന പ്രദേശം മേപ്പാടിക്ക് അടുത്ത് ഉള്ള പ്രദേശമാണ്. ഇത് മലയോര മേഖലയാണ്, തേയിലത്തോട്ടങ്ങളൊക്കെയുള്ള പ്രദേശമാണ്. കാലങ്ങളായി അവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. കടുവയും പുലിയും പന്നിയും ഉൾപ്പെടെയുള്ള ആനയും എല്ലാം തന്നെ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഈ വാഗേരിയിലെ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത് കടുവ തന്നെയാണ് ആക്രമിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു പശുവിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഷിഹാബ് എന്നു പേരുള്ള ആളുടെ വളർത്ത് പശുവാണ്. ആ പശുവിനെ ആക്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ മേഖലയിൽ തന്നെ യാസർ അറാഫത്ത് എന്ന യുവാവിൻ്റെ 5 വളർത്തുമൃഗങ്ങളെയാണ് സമാനമായ രീതിയിൽ തന്നെ കടുവയും പുലിയും എല്ലാം ആക്രമിച്ചത്. മാത്രമല്ല നേരത്തെ ഷഹീർ എന്ന ആളുടെയും വസന്ത എന്ന സ്ത്രീയുടെയും ഒപ്പം തന്നെ സുരേഷ് എന്ന് പറയുന്ന ആളുടെയും വളർത്തുമൃഗങ്ങളെ സമാനമായ രീതിയിൽ തന്നെ ആക്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ 12ഓളം വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയ അനുഭവമാണ് ഈ ചുളുക്ക എന്ന് പറയുന്ന പ്രദേശത്തുള്ളത്. ആ മേഖലയിൽ രാവിലെ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന പ്രദേശമാണ്. തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിലൊരു അനുഭവം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഈ വാഗേരിയിൽ നിലനിൽക്കുന്ന അതേ ആശങ്ക ഇവരെ സംബന്ധിച്ചുണ്ട്. ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് വനംവകുപ്പിന് മുമ്പാകെ ചുളുക്ക നിവാസികൾ ഉന്നയിക്കുന്നത്. ഇവർ അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള സമരത്തിലേക്ക്, റോഡ് ഉപരോധം അടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. പ്രത്യേകിച്ച് അതൊരു ടൂറിസം സാധ്യതയുള്ള മേഖല കൂടിയാണ്. 900 കണ്ടി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാണിത്. അവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴി മാറുമെന്നുള്ള തരത്തിലുള്ള ഒരു നിലപാടാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. ഈ വാഗേരിയിലെ കടുവയ്ക്കായി ഇന്നും തിരച്ചിൽ തുടരുന്നുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതെല്ലാം തന്നെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റു മുതിർന്ന IFS ഓഫീസർമാരെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ 3-അംഗ RRT സംഘം അവർ ഈ വനമേഖല കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ തോട്ടങ്ങളിലും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഭരത് എന്ന കൊമ്പനെ എത്തിച്ചത്. നേരത്തെ വിക്രം എന്ന കൊമ്പനെ ഇവിടെ എത്തിച്ചിരുന്നു. അത്തരത്തിൽ കുങ്കിയാനകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ തോട്ടമേഖല ഉൾപ്പെടെ തിരയാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. എന്തായാലും കടുവയെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും അത് നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വാഗേരി നിവാസികളും. കൃഷ്ണ, ശരി. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാർ കേസിലെ വിധി വന്നതിനോട് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ, ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിട്ടുണ്ട്. വിധി ഞെട്ടലുളവാക്കുന്നതാണ്. വിധി വരുന്നതിന് മുമ്പ് തന്നെ പ്രതിഭാഗം അഭിഭാഷകനും കുടുംബവും ഈ പ്രതിയെ വെറുതെ വിടുമെന്ന് പ്രചരിപ്പിച്ചിരുന്നു. അതും വിധിയുമായി കൂട്ടി വായിക്കുമ്പോൾ വിധിയിൽ ദുരൂഹതയുണ്ട് എന്നൊരു സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് AI തട്ടിപ്പ് കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിൽ. മുഖ്യപ്രതി കൗശൽ ഷായുടെ കൂട്ടാളികളാണ് ഗോവയിൽ നിന്ന് പിടിയിലായത്. AI ഉപയോഗിച്ച് വാട്സപ്പ് കോൾ വഴി കോഴിക്കോട് സ്വദേശിയിൽ നിന്ന് 40,000 രൂപ തട്ടിയ കേസിലാണ് അറസ്റ്റ്. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുകയാണ്. ഷഹദ്, ഈ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം, അതുപയോഗിച്ചുള്ള തട്ടിപ്പുകൾ, ഒരു സൈബർ കുറ്റകൃത്യങ്ങൾ എന്നത് ഒരു പരിധി കൂടി ഉയർന്ന ഈ നിലവാരത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഏത് രീതിയിലായിരുന്നു ഈ തട്ടിപ്പ്? ക്രിസ്റ്റീന, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിൽ AI തട്ടിപ്പ് നടക്കുന്നുണ്ടായിരുന്നത്. ഇതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ഈ കേസിന് സൈബർ പോലീസും കോഴിക്കോട് ജില്ലാ പോലീസും ഇതിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ഈ മുഖ്യപ്രതിയായിട്ടുള്ള കൗശൽ ഷായ്ക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടായിരുന്നു പോലീസ്. ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു പ്രതിയെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഈ കൗശൽ ഷായ്ക്ക് താമസ സൗകര്യവും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത കൗശൽ ഷായുടെ പങ്കാളിയായിട്ടുള്ള ഒരു പ്രതിയെ ഇതിനു മുൻപ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കേസിൽ തന്നെ 2 പ്രതികളെ കൂടിയാണ് പിടികൂടിയിട്ടുള്ളത്. ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ പ്രതികൾ എന്ന് പറയുന്നത് ഇവരാണ് ഈ കൗശൽ ഷായ്ക്കായിട്ടുള്ള മൊബൈൽ സംവിധാനങ്ങളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പിടികൂടിയിട്ടുള്ള 2 പേരിൽ നിന്നും ഏകദേശം 40ഓളം സിമ്മുകൾ, അതുപോലെ തന്നെ ATM കാർഡ്, 4 ചെക്ക് ബുക്ക്,
5 ഫോൺ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവർ പൂനെ അതുപോലെ തന്നെ മുംബൈ സ്വദേശികളാണ്. എന്നാൽ ഇവരെ പിടികൂടിയിട്ടുള്ളത് ഗോവയിൽ നിന്നാണ്. ഇവരെല്ലാവരും ഈ കൗശൽ ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും ഈ ചൂതാട്ടം നടത്തുന്ന സംഘമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പല സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ സ്വാധീനവുമുണ്ട്. ഈ ചൂതാട്ടം നടത്തി കിട്ടുന്ന പണം ഇവർ ഒരു അക്കൗണ്ടിലേക്കായിരുന്നു നിക്ഷേപിച്ചിരുന്നത്. അങ്ങനെ ഇവർക്ക് വലിയ രീതിയിൽ ഇവിടെ ഈ മേഖലയിലുള്ള ആളുകളുമൊക്കെ തന്നെയായി വലിയ രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ബാങ്കിൽ വലിയ രീതിയിലുള്ള പണവും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തവണ ഒരു പ്രതിയെ പോലീസ് പിടികൂടിയ ഘട്ടത്തിലാണ് ഈ ബാങ്കുമായി ബന്ധപ്പെടുകയും ഈ പരാതിക്കാരന് ഈ പണം നൽകാമെന്ന് ഈ പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ആ പണം നൽകാനുള്ള നടപടിക്രമങ്ങൾ തുടർന്നു വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 2 പേരെ കൂടി പിടികൂടിയിട്ടുള്ളത്. ഇവരുടെ പേരും മറ്റ് വിശദാംശങ്ങളും അല്പസമയത്തിനകം സൈബർ പോലീസ് പുറത്തുവിടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വാർത്താക്കുറിപ്പ് പുറത്തിറക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇനി പിടികൂടാനുള്ളത് മുഖ്യപ്രതി അടക്കം 3 പേരെയാണ്. ശരി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വാട്സപ്പ് കോൾ വഴി പണം തട്ടിയ കേസിൽ മുഖ്യപ്രതിയെ സഹായിച്ചവർ പിടിയിലായിരിക്കുകയാണ്. ഇവരിൽ നിന്ന് ATM കാർഡും സിം കാർഡുകളും അടക്കം പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ പേര് വിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും അല്പസമയത്തിനകം അറിയാമെന്നാണ് ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമലയിൽ വിശ്വാസത്തെ കരുവാക്കി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസും BJPയും ശ്രമിക്കുന്നുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. കൂടുതൽ സൗകര്യമൊരുക്കാൻ കേന്ദ്ര വനം മന്ത്രാലയം അനുവദിക്കുന്നില്ല. ശബരിമല തകർന്നു പോകട്ടെ എന്നാണ് ചിലരുടെ ആഗ്രഹമെന്നും കെ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. ഭക്തരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സെൻട്രൽ ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സങ്ങളുണ്ട്. അത് മാറ്റിത്തരണം. കൂടുതൽ സ്ഥലം നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് അനുവദിച്ചു തരികയാണെങ്കിൽ നമുക്കിവിടെ കൂടുതൽ സംവിധാനം കൊടുക്കാം. വിശ്വാസം അനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ. ഇത് വിശ്വാസമാണെന്ന് പറയാൻ പറ്റുമോ? കാണിക്ക കൊടുക്കരുത്, ഭക്തർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഭക്തരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, ഒരു വശത്ത് ഹൈക്കോടതി ഈ തിരക്കുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ സ്വമേധയാ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിമർശനം ഇത് കോൺഗ്രസും BJPയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ പോലും എല്ലാം കുഴപ്പമെന്ന് വരുത്താൻ ഒരു ശ്രമം കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവെന്ന് പറയുന്നു. എന്നാൽ ഇപ്പോഴത്തെ തിരക്കിന്റെ അവസ്ഥ എന്താണ്? ഈ 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ക്രിസ്ത്യന, ഒരു രാഷ്ട്രീയ അജണ്ടയാണ് നിലവിൽ ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള പ്രചരണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമായി പറയാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഉദാഹരണങ്ങളായി ഇന്ന് പാലക്കാട് നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധ ഭജനയടക്കം അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരത്തിൽ ഉള്ള ചില ഗൂഢലക്ഷ്യങ്ങൾ ശബരിമലയെ തകർക്കാനായി ചിലർ മുന്നോട്ട് കൊണ്ടുവരുന്നു. അതിന് ഭക്തരുടെ വിശ്വാസത്തെ കരുവാക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്നലെ സന്നിധാനത്തെത്തിയ കെ രാധാകൃഷ്ണൻ പമ്പ മുതലുള്ള നിലയ്ക്കൽ മുതലുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്മസ് അവധിയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ തിരക്ക് സന്നിധാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ക്രമീകരണങ്ങൾ, തിരക്കുണ്ടായാൽ അത് നിയന്ത്രിക്കാനുള്ള കൂടുതൽ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഇന്നത്തെ അവലോകന യോഗത്തിൽ സന്നിധാനത്ത് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് മന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം പോലീസിനും നൽകിയിട്ടുണ്ട്. ഏതായാലും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഇന്നു മുതൽ തന്നെ സന്നിധാനത്ത് ഏർപ്പാടാക്കാനാണ് അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. അതേസമയം ഇന്ന് സന്നിധാനത്ത് തിരക്ക് തീരെ കുറവാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം മണിക്കൂറിൽ 4000-ന് മുകളിൽ ആളുകൾ ഇപ്പോൾ 18-ാം പടിയിലേക്ക് എത്തുന്നുണ്ട്, 18-ാം പടി കയറുന്നുണ്ട്. പമ്പയിലും തിരക്ക് തീരെ കുറവാണ്. ആളുകളെ തടയേണ്ട സാഹചര്യം പോലും പമ്പയിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ വെള്ളിയാഴ്ചയാണ്, 2 അവധി ദിവസങ്ങൾ കൂടി വരുന്നു. നാളെ മുതൽ വീണ്ടും തിരക്കിലേക്ക് സന്നിധാനം പോകാനുള്ള സാഹചര്യങ്ങൾ മുന്നിലുണ്ട്. ശരി, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറിന് കത്തയച്ചിട്ടുണ്ട്. സമീപകാലത്ത് സമാനതകളില്ലാതെ നടന്ന വളരെ ഗുരുതരമായ സംഭവമെന്നാണ് കത്തിൽ പറയുന്നത്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്.
Okay, thank you, Alex Ram Muhammad. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.